ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ 23. ഒന്നിച്ചാൽ നേടാം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 42-ാം വാക്യം. എൻ്റെ അമേരിക്കൻ സുഹൃത്തായ കരോൾ 2016 ആദ്യമായി ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. അവളുടെ സന്ദർശനത്തിനു മുമ്പ് ഇവിടുത്തെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ, പാചകരീതികൾ, ഭാഷകൾ എന്നിവയെക്കുറിച്ചെല്ലാം അവൾ കേട്ടിരുന്നു. എന്നിരുന്നാലും ബംഗളൂരുവിൽ നടന്ന ഒരു കോൺഫറൻസിൽ പങ്കെടുത്തപ്പോൾ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളോടും പശ്ചാത്തലങ്ങളോടും കൂടിയ ഇന്ത്യയുടെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള മനുഷ്യർ സ്നേഹമുള്ള ഒരു സമൂഹം രൂപീകരിക്കുന്നത് കണ്ട് അവൾ ആശ്ചര്യപ്പെട്ടു. ദൈവം മനുഷ്യരെ എങ്ങനെ ഒന്നിപ്പിക്കുന്നുവെന്ന് കരോൾ കണ്ടു. ഒരു സമൂഹം എന്ന നിലയിൽ ഐക്യത്തോടെ ജീവിക്കുന്നതിൻ്റെ നേട്ടം എന്താണെന്ന് ആദ്യകാല വിശ്വാസികൾ തിരിച്ചറിഞ്ഞു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് ലൂക്കോസ് എഴുതുന്നു. അവർ വിവിധ പട്ടണങ്ങളിൽ നിന്നും പശ്ചാത്തലങ്ങളിൽ നിന്നും വന്നവരായിരുന്നിട്ടും അവർ ഒരുമിച്ച് വസിച്ചു. അവരുടെ സമൂഹത്തെ മനോഹരമാക്കിയ ചില കാര്യങ്ങൾ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളായിരുന്നു. അപ്പോസ്തലന്മാരിൽ നിന്ന് പഠിക്കാനും പരസ്പരം സമയം ചെലവഴിക്കാനും കർത്താവിൻ്റെ തിരുവത്താഴം ആഘോഷിക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും അവർ പ്രതിജ്ഞാബദ്ധരായിരുന്നു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവർ തങ്ങളുടെ വിഭവങ്ങൾ പങ്കുവയ്ക്കുകയും ഉത്സാഹവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. തൽഫലമായി ദിനം തോറും പുതിയ വ്യക്തികളെ ദൈവം അവരുടെ സമൂഹത്തിലേക്ക് ചേർത്തുകൊണ്ടിരുന്നു. യേശുവിൻ്റെ ആദ്യകാല അനുയായികൾ നമുക്ക് സമൂഹത്തിൻ്റെ ഒരു മാതൃക നൽകുന്നു. ദാരിദ്ര്യത്തിനും പീഡനത്തിനും മരണത്തിനും നടുവിൽ പരസ്പരം പങ്കുവെക്കുന്നതിലൂടെ ഒരു സമൂഹമായിരിക്കുക എന്നത് എന്താണെന്ന് അവർ കാണിച്ചു തന്നു. സഭാ ശുശ്രൂഷകളിലോ കൂട്ടായ്മ സമ്മേളനങ്ങളിലോ മാത്രമല്ല, നമ്മുടെ വീക്ഷണങ്ങൾ യോജിക്കുമ്പോൾ മാത്രമല്ല, ക്രിസ്തുവിലൂടെ എല്ലായ്പ്പോഴും ഐക്യപ്പെടാൻ നമ്മെയും വിളിച്ചിരിക്കുന്നു. ക്രിസ്തു കേന്ദ്രീകൃതമായ നമ്മുടെ ഐക്യം നാം സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ സ്നേഹ സമൂഹത്തിലേക്ക് ദൈവം പുതിയ വ്യക്തികളെ കൊണ്ടുവരും. ചിന്തിക്കുക, ആദ്യകാല വിശ്വാസ സമൂഹം എങ്ങനെയാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്? ക്രിസ്തുവിലുള്ള നിങ്ങളുടെ സമൂഹത്തെ സമ്പന്നമാക്കാൻ കഴിയുന്ന ചില വഴികൾ ഏതൊക്കെയാണ്? ദൈവത്തിന് മഹത്വം.